എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നു ഏതൊക്കെ 8 കാര്യങ്ങളാണ് സെലീനിയം യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വെബ് ആപ്ലിക്കേഷനിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ലൈബ്രറി വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ആ ലൈബ്രറി വെച്ച് ഏതൊക്കെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തുകൂടാ എന്നുള്ള കാര്യവും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ 8 കാര്യങ്ങൾ സെലീനത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം സെലീനിയം ടീം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ 8 കേസസ്, അതായത് ഈ ഡോക്യുമെൻറ്റിൽ മൊത്തം 8 പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 8 പോയിന്റ്സ് ഒരിക്കലും സെലീനിയം വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് സെലീനിയം ടീം തന്നെ ഒഫീഷ്യലി ഡോക്യുമെൻറ്റിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ ആ ഒരു രീതിയിൽ കൂടെ തന്നെ നമ്മൾ സെലീനിയം ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്യാപ്ചാസ് ആണ്. ക്യാപ്ചാസ് റിയൽ ടൈമിൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് നമ്മൾ റോബോട്ടാണ് ഹ്യൂമൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. അപ്പം ക്യാപ്ചയുടെ ഫുൾ ഫോം തന്നെ എന്താ നമുക്ക് നോക്കാം. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അതാണ് ക്യാപ്ചയുടെ ഫുൾ ഫോം. ക്യാപ്ച ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഓട്ടോമേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്ച ഉള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇപ്പം ഒരു പർട്ടിക്കുലർ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഒരു വെബ് ആപ്ലിക്കേഷനകത്ത് ക്യാപ്ച ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാവുന്ന അതൊരു ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് ഡെവലപ്പറോട് പറഞ്ഞ് ആ ക്യാപ്ച നിങ്ങളുടെ ടെസ്റ്റ് എൻവയൺമെൻറ്റിൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹുക്ക് ആഡ് ചെയ്ത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ക്യാപ്ചാസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫയൽ ഡൗൺലോഡ്സ് ആണ്. അതായത് നമ്മളൊരു വെബ് ആപ്ലിക്കേഷനിൽ ചില റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് ഏത് ഫോൾഡറിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനകത്തേക്ക് ഡൗൺലോഡ് ആവും. അപ്പം അങ്ങനെയുള്ള കേസസ് ഒന്നും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല സെലീനിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും സെലീനിയം വെച്ച് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാപ്ച ആണെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ മെക്കാനിസം ഉണ്ട്. ഫയൽ ഡൗൺലോഡ്സ് ആണെങ്കിലും ഓട്ടോമേറ്റ് ചെയ്യാം. ഓട്ടോ ഐ.ടി പോലെയൊക്കെ ചില ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ സെലീനിയം ഇതിനു വേണ്ടിയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് HTTP റെസ്പോൺസ് കോഡാണ്. അതായത് നമ്മളൊരു നെറ്റ്വർക്ക് ട്രാഫിക് ഒക്കെ സെലീനിയം വെച്ച് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ HTTP റെസ്പോൺസ് കോഡ് പോലെയുള്ള ടെസ്റ്റ് കേസസ് ആഡ് ചെയ്യാൻ വേണ്ടിയല്ല സെലീനിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ UI ആണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. HTTP റെസ്പോൺസ് കോഡൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ ഇഷ്ടംപോലെ API ടെസ്റ്റിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. പോസ്റ്റ്മാൻ അവൈലബിൾ ആണ്, കരേട്ടെ അവൈലബിൾ ആണ്, റെസ്റ്റ് അഷ്യൂർഡ് അവൈലബിൾ ആണ്. അങ്ങനെ ഒത്തിരി ടൂൾസ് ഉണ്ട്. അപ്പം ആ ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അടുത്ത കേസ് എന്ന് പറയുന്നത് ജിമെയിൽ, ഇമെയിൽ ആൻഡ് ഫേസ്ബുക്ക് ലോഗിൻസ്. ഇപ്പം നമുക്ക് ഉള്ള പുതിയ ന്യൂ ജനറേഷൻ വെബ്സൈറ്റിലൊക്കെ നോക്കി കാണാം. നമുക്കവിടെ പുതിയതായിട്ട് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ്, ഇപ്പോൾ സ്പോട്ടിഫൈ, അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവിടെ ജിമെയിൽ ലോഗിൻ കാണും. ചിലപ്പോൾ നമ്മുടെ ഇമെയിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക് ലോഗിൻ കാണും, ലിങ്ക്ഡിൻ കാണും. അങ്ങനെ ഓരോ വെബ്സൈറ്റുകൾക്ക് പല പല ഓപ്ഷൻസ് ആയിരിക്കും. അതായത് നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നതിന് പകരം നമുക്ക് ജിമെയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ആയിരിക്കും സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നത്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ യൂസ് ചെയ്യുമെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ആയിരിക്കും സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാം. ഈ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ലിങ്ക്. ഈ സ്പോട്ടിഫൈയുടെ ലോഗിൻ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസ്ബുക്കിൻ്റെ ID ഉണ്ട്, അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആപ്പിളിൻ്റെ ID ഉണ്ട്, അത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസസ് ഒന്നും സെലീനിയം വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കരുതെന്നാണ് സെലീനത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് ഏതാണെന്ന് നോക്കാം. ടെസ്റ്റ് ഡിപ്പെൻഡൻസി. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെലീനിയം വെച്ച് നമ്മൾ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, അങ്ങനെ 3 ടെസ്റ്റ് കേസ് നമ്മൾ എഴുതി. ഒരിക്കലും
ഈ 3 ടെസ്റ്റ് കേസും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. ഈ 3 ടെസ്റ്റ് കേസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് പല രീതിയിൽ ടെസ്റ്റ് 1 മാത്രം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഒരു ടെസ്റ്റ് കേസ് 2 മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ആ ടെസ്റ്റ് മാത്രമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പോയിന്റ് UI ടെസ്റ്റിങ്ങിന് മാത്രമല്ല ആപ്ലിക്കബിൾ, API ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ടെസ്റ്റുകൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അടുത്ത് പെർഫോമൻസ് ടെസ്റ്റിംഗ്. സെലീനിയം എന്ന ടൂള് പെർഫോമൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയല്ല ഡിസൈൻ ചെയ്തേക്കുന്നത് മനസ്സിലാക്കുക. അതിനുവേണ്ടി വേറെ ടൂൾസ് ഉണ്ട്. JMeter ഉണ്ട്, ഗ്യാറ്റ്ലിംഗ് ഉണ്ട്, കരേറ്റ ഉണ്ട്, ലോക്കസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് വേണം പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുക. സെലീനിയം ഒരിക്കലും ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് ലിങ്ക് സ്പൈഡറിംഗ്. അതായത് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് എടുത്ത് ആ വെബ്സൈറ്റിലെ എല്ലാ ലിങ്കിൽ കൂടെ ക്രോൾ ചെയ്ത് പോകുന്നതിനാണ് ലിങ്ക് സ്പൈഡറിംഗ് എന്ന് പറയുന്നത്. അപ്പം സെലീനിയം വെച്ച് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ സെലീനിയം വളരെ സ്ലോ ആണ് ലോഡ് ചെയ്ത്, ബ്രൗസറൊക്കെ ലോഡ് ചെയ്ത്, അപ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പം സെലീനിയത്തെക്കാളും ബെറ്റർ ടൂൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടി അവൈലബിൾ ആണ്. കേൾ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ലിങ്ക് സ്പൈഡറിംഗ് ചെയ്യാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2-factor authentication ആണ്. അതായത് നമ്മൾ OTP യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ OTP ഒക്കെ നമ്മുടെ മൊബൈലിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഒതൻറ്റിക്കേറ്റർ പോലെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അകത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ടൈം ഇൻ്റർവെൽ പുതിയ OTP കോഡ് ജനറേറ്റ് ആയിക്കൊണ്ട് ആ OTP കോഡ് യൂസ് ചെയ്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് 2-factor authentication എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊന്നും ഒരിക്കലും സെലീനിയം വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങളുടെ ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ഒന്ന്, 2-factor authentication ഡിസേബിൾ ചെയ്യുക. ചില യൂസേഴ്സിന് വേണ്ടി മാത്രമായിട്ട് അത് ഡിസേബിൾ ചെയ്യുക ടെസ്റ്റ് എൻവയൺമെൻറ്റിൽ. പിന്നെ ഉള്ളത് ഫുള്ളായിട്ട് ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 2-factor authentication ചില പർട്ടിക്കുലർ IPs മാത്രമേ അലോ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് സെലീനിയത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കാണ്. ഈ ലിങ്കിലാണ് ഈ 8 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഞാൻ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്. ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റേഷൻ എന്നൊരു പാർട്ടിനകത്ത് ഡിസ്കറേജ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 8 പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിൻ്റെ ഈ 8 പോയിന്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം ഒരു പർട്ടിക്കുലർ ലൈബ്രറി നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അത് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ വളരെ ചാൻസ് ഉള്ള കാര്യങ്ങളുമാണ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു 8 പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂവിൽ നല്ലൊരു ഇമ്പ്രഷൻ കിട്ടും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കാം. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.